സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളി കൃഷിയെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഇതുപോലെ ഉള്ളി കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെറിയൊരു ചട്ടിയിൽ വെറുതെ നട്ടു കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയായി തന്നെ നല്ല പച്ചപ്പോട് കൂടി തന്നെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ മുളച്ച് വന്ന് നല്ല ഭംഗിയായി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഞാനിതിൽ പൊട്ടി മിക്സായിട്ട് എടുത്തിരുന്നത് ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ് തുല്യ അളവിലെടുത്ത പൊട്ടി മിക്സിലാണ് കേട്ടോ ഈ ഉള്ളി നട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെറിയ ഉള്ളി കൃഷി ചെയ്യാൻ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ആരോഗ്യമുള്ള ഉള്ളികൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കുറച്ച് ഉള്ളികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വേര് വന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് നമ്മൾ മണ്ണിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല ചെറിയ ഉള്ളികൾ തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് നടാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ ചട്ടിയിൽ നട്ട് കൊടുത്തത്. അപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുളച്ച് വരും. ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വേരുള്ള ഭാഗം മണ്ണിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് മുള വന്നതാണ്. മുള വന്നതൊന്നും നമുക്ക് കട്ട് ചെയ്യേണ്ട. മുളയില്ലാത്ത ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ 2, 3 മുളകളൊക്കെ ഇതിൽ നിന്നിങ്ങനെ വന്ന് തുടങ്ങും. എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഒരു 8 എണ്ണമൊക്കെ വെച്ചതാണ് കേട്ടത്. ഇത്രയൊന്നും വെച്ചാൽ അത് വളരാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 3 എണ്ണമൊക്കെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 4, 5 ഒക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. ഒരു ഉള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് 8, 10 ഉള്ളികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അതേപോലെ നിറച്ച് വെച്ച പൊട്ടി മിക്സാണ് കേട്ടോ. ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ ചകിരിച്ചോറും. നമ്മൾ ഉള്ളി നട്ട് കൊടുക്കുമ്പോൾ നല്ല ഇളക്കമുള്ള നല്ല വളക്കൂറുള്ള മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം വരെ മണ്ണിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. ഒന്നായിട്ട് മണ്ണിട്ട് മൂടരുത് കേട്ടോ. ഇതുപോലെ വേണം നട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ 3 എണ്ണം വെച്ച് കൊടുക്കുന്നത്. ഇനി ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നടുന്നത് നോക്കാം. ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ ഞാൻ കൂടുതലും ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുത്തിട്ടാണ് പൊട്ടി മിക്സ് നിറക്കാറ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ഗ്രോ ബാഗാണ് കേട്ടോ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് കട്ട പിടിച്ചു പോകില്ല. അതുപോലെ തന്നെ സീമക്കൊന്നയുടെ ഇലയുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നല്ലൊരു ജൈവ വളമാണ് കേട്ടോ. ഈ സീമക്കൊന്നയുടെ ഇല കഴുകി നല്ലൊരു വളമായി മാറും. നമ്മുടെ ചാണകത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം വളമാണ് ഈ ശീമക്കൊന്ന ഇല. അപ്പോൾ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത പൊട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പെറുക്കി മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും. മണ്ണൊന്നും കട്ട പിടിക്കില്ല. അതുപോലെ തന്നെ വേരോടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് ഞാൻ ഇതിലൊരു 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് നനച്ച് കൊടുക്കുക. മുളച്ചൊക്കെ വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് ഇതിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ ചെറിയ ചട്ടിയിലും ഗ്രോ ബാഗിലും ചെറിയുള്ളി നട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉള്ളി കൃഷി. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.